ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർതൃപീഡനമാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യാ പ്രേരണ കേസിൽ അറസ്റ്റിലായ ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോസ് ജയിലിൽ കഴിയുകയാണ് ഇപ്പോൾ. ഭർത്താവിന്റെ നിരന്തര പീഡനങ്ങളാണ് കൂട്ടാത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിട്ടതെന്നും പൊതുവികാരം ഉയരുന്നുണ്ട് ഇപ്പോൾ. ഇതിനിടെ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആക്ഷേപങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിന് സ്വന്തം മകളെ ആവശ്യമായ സമയത്ത് ചേർത്തു നിർത്താൻ സാധിക്കാതെ പോയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ അയൽവാസികളായ ചിലർ നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഷൈനിയുടെ പിതാവിൽ നിന്നും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് കിട്ടാതെ പോയി. എന്നാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നതാണ് അവളെ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഷൈനിയെയും മക്കളെയും അറിയാവുന്നവർ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കസ്റ്റംസിൽ നിന്നും റിട്ടയറായ ജോർജ് പുല്ലാട്ട് എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ സഹോദരനാണ് ജോർജ് പുല്ലാട്ട്. ഈ കുറിപ്പിൽ ഷൈനി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് തുറന്നു പറയുന്നത്. ഷൈനിയുടെ മരണത്തിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും എത്ര കണ്ട് കുറ്റക്കാരാണോ അത്രയും പങ്ക് സ്വന്തം പിതാവിനുമുണ്ടെന്ന് ആരോപണമാണ് ജോർജ് പുല്ലാട്ട് ആരോപിക്കുന്നത്. പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂരുകാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രേലിയയിലുമായി 16 വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നത് മൂലം 6 വർഷം മുമ്പ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ ആതുര സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ 101 കവലയിൽ റോസോ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗീ പരിചരണം കേന്ദ്രം റോസോ മിസ്റ്റിക്കോയിൽ ഇപ്പോൾ 40 അന്തേവാസികളുമുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള 18 നഴ്സുമാർ ഉൾപ്പെടെ 43 ജോലിക്കാരുള്ള സ്ഥാപനമാണിത്. 40 അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ 43 പേരുണ്ട് എന്നെടുത്ത് പറയുന്നത് അത് സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ട് തന്നെയാണ്. ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരുമ്പുഴയിൽ നിന്ന് ഇവിടേക്ക് വന്ന് താമസിച്ച ആളാണ്. പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ. പിന്നെ ബസ് മേടിച്ചു, അതെല്ലാം പൊട്ടി. പുള്ളിയുടെ 5 പിള്ളേരിൽ മൂത്ത കുട്ടിയാണ് ഷൈനി. അവർ വല്ലപ്പോഴുമൊക്കെ തൊടുപുഴയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കാണാൻ വരും. എന്തായാലും പ്രശ്നമുള്ളതായി തോന്നിയിട്ടേയില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു. റോസ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാണ് അവർ വന്നത്. അന്നേരം കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലായിരുന്നു. 16,000 രൂപ അന്ന് ശമ്പളം കൊടുക്കാമായിരുന്നു. ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും 1000 കൂടുതൽ കൊടുത്തിരുന്നു. സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവുകളില്ല. കുറച്ച് പരിചയമായി കഴിഞ്ഞു പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാണ്. റോസ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടി വലിയ യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും. അന്നേരം ഷൈനി അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതുമാണ്. അപ്പാപ്പിനെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ, എന്ത് ചെയ്യാനാ എന്ന് ഒരു അന്തേവാസി അവിടെ പറയുന്നു. ഇത്രയും നിസ്സഹായയായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ. ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്നു വീണ വീട് എന്ന സാമാന്യ ധാരണ അവരുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി. അതോടെ പ്രത്യാശകളെല്ലാം അന്ന് അവസാനിച്ചു. പിള്ളാരെയും കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനിയുടെ ചിന്തയിൽ കൊണ്ടു നടന്നുവെന്ന് വിചാരിക്കാവുന്ന കടുങ്കയുടെ മേൽ ആണിയടിക്കുന്നത് പോലെയായിരുന്നു. അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനുകളും പറഞ്ഞു കാണും. അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ച് പറയിപ്പിച്ചു, ഞങ്ങൾ പോകുന്നു വേട്ടായി, ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്താണ് ഉദ്ദേശമെന്ന് അവനപ്പോൾ പിടികിട്ട കെണിയിലായിരുന്നു. വെളുപ്പിനെ 4:43 ഷൈനി മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ CCTV ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നുമാണ്. ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യമായിരുന്നു ഇത്. ചുരുണ്ടുകൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനിയും നോവായി, നീറ്റലായി, വിങ്ങലായി, ഉണങ്ങാത്ത വ്രണമായി നമ്മുടെ കൂടെ ഉണ്ടാകുന്നുണ്ട്. ആ രാത്രിയിൽ ഷൈനി ഒരു പോള കണ്ണടച്ചിട്ടുണ്ടാവില്ല. കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയിരിക്കാം. പുലരും മുമ്പേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ ആ കുടിയേറിയ കടുങ്കൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയാലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും ഒന്ന് പരിഭവിച്ചിട്ടുണ്ടായിരിക്കാം. ജോർജ് പുല്ലാട്ട് എഴുതി. അതേസമയം ജോർജ് പുല്ലാട്ടിന്റെ കുറിപ്പും അയൽവാസികളിൽ ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും പുറത്തു വന്നതോടെ ഷൈനിയുടെ പിതാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. പിതാവിനെതിരെയും കുടുംബാംഗങ്ങൾക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ക്നാനായ കാത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം രംഗത്ത് വരികയും ചെയ്തു.
പിതാവ് കുട്ടികളോടടക്കം മോശമായാണ് പെരുമാറിയതെന്നാണ് ആരോപണം ഉയർന്നു വരുന്നത്. ഇതും ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്ന് പറയപ്പെടുന്നു. അതിനിടെ ഷൈനിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് കൂടുതൽ തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് ഇപ്പോൾ. പിതാവ് കുര്യാക്കോസ്, ഷൈനിയുടെ ഭർത്താവ് നോബിയുടെയും സഹോദരനും വൈദികനുമായ ബോബി എന്നിവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനും പോലീസ് ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ. ഫെബ്രുവരി 28-നാണ് ഷൈനിയെയും മക്കളായ അലീന, ഇവാന എന്നിവരെയും ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ സ്റ്റേഷന് ഗേറ്റിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ ട്രാക്കിനടുത്തെത്തിയ നാട്ടുകാരാണ് ചിന്നിച്ചിതറിയ നിലയിൽ മൃതദേഹം കണ്ടെടുത്തത്. പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനി റെയിൽവേ ട്രാക്കിലെത്തി മക്കളുമായി ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. BSc നഴ്സിംഗ് ബിരുദധാരിയായിരുന്നു ഷൈനി. ജോലിക്ക് പോകാൻ ഷൈനി ഏറെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭർത്താവ് നോബി പിന്തുണച്ചിരുന്നില്ല. ഇതിന്റെ പേരിൽ നോബി ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മക്കളുമായി ഷൈനി സ്വന്തം വീട്ടിലെത്തിയത്. വിവാഹമോചനത്തിന് നോബി സമ്മതിക്കുന്നില്ലെന്നും വ്യക്തമാക്കുന്ന ഷൈനിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. നോബിയുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്തുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷൈനിയുടെ പിതാവിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്.